എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനം. ഞാൻ കഴിഞ്ഞ ദിവസം മറിയവണക്കം അനുവദനീയമോ എന്ന ഒരു ടൈറ്റിലിൽ ഒരു ക്ലാസ് ചെയ്യാൻ എടുത്തിരുന്നു. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ലിയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന സിനഡിൽ ഉണ്ടായ തീരുമാനം, ഞാനതിൻ്റെ വിശദാംശങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ടത് വിവരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ലോകത്തിലുള്ള കത്തോലിക്കരോട് മുഴുവനുണ്ടായി. അത് മറിയ യേശുവിനോടൊപ്പം ലോകരക്ഷയ്ക്കുള്ള രക്ഷകയല്ലെന്നും അതുപോലെ മറിയ സഹമധ്യസ്ഥയല്ല എന്നുമുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത്. അതിനെ പ്രതികൂലിക്കുവാനും അനുകൂലിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ കൂടി നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ കുറേ എപ്പിസോഡുകൾ ഞാൻ നടത്തുന്നുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ വേണ്ടിയാണ്, ആരെയും ഇകഴ്ത്തുവാനോ ഒന്നുള്ള ചിന്തയിലല്ല എന്നും എൻ്റെ കേൾവിക്കാർ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത്, ഈ കത്തോലിക്ക വിഭാഗങ്ങൾ അവർ മറിയ ഭക്തി അല്ലെങ്കിൽ മറിയയെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശുദ്ധിയായിട്ട് കാണുവാൻ തുടങ്ങിയതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തേത് AD 431 മറിയ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാതാവാണ് എന്ന് പഠിപ്പിച്ചു എന്നുള്ളതാണ് വളരെ പ്രസക്തമായ കാര്യം. ഇത് എവിടുന്ന് വന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ AD 431 പ്രത്യേകത എന്നും നാം തിരിച്ചറിയണം. അതായത് AD 431 എഫസോസിൽ ഒരു കൗൺസിൽ അല്ലെങ്കിൽ സുന്നഹദോസ് കൂടി. AD 428 മുതൽ 431 വരെയുള്ള കാലങ്ങളിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിക്കീസ് ആയിരുന്നത് ജോൺ നെസ്റ്റോറിയസ് എന്ന് പറഞ്ഞയാളാണ്. അദ്ദേഹം മറിയത്തെ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയെ ദൈവമാതാവെന്ന് വിളിച്ചുകൂടാ, അല്ലെങ്കിൽ തിയോറ്റോക്കോസ് എന്ന് വിളിച്ചുകൂടാ, പകരം ക്രിസ്തുമാതാവെന്ന് വിളിക്കാം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത്. എന്നാൽ AD 431 നടന്ന ആ കൗൺസിലിൽ വെച്ച് അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന സിറിൽ അതിനെ ചോദ്യം ചെയ്തു. മറ്റ് പല കാരണങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ ഇത് വലിയ മത്സരത്തിന് കാരണമായി. അങ്ങനെ AD 431 കൂടിയ ആ സുന്നഹദോസിൽ വച്ച് ഈ പറയുന്ന ജോൺ നെസ്റ്റോറിയസിനെയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെയും പുറന്തള്ളി. എന്ന് പറഞ്ഞാൽ അത് ഭാഷന്റെ ഉപദേശമാണ് എന്ന ഉള്ള വ്യാഖ്യാനമാണ് വന്നത്. എന്നാൽ നെസ്റ്റോറിയസിൻ്റെ ഉപദേശം പേർഷ്യ, അതുപോലെ സിറിയ, എഡസ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരന്നു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ഇന്നും കേരളത്തിൽ ഈ ഒരു നെസ്റ്റോറിയൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സഭയുടെ ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ആണ് ചർച്ച് ഓഫ് ദി ഈസ്റ്റ്, അല്ലെങ്കിൽ കാൽദിയൻ ചർച്ച്, കൽദായ സൂര്യാന സഭ, കിഴക്കിൻ്റെ സഭ എന്നൊക്കെ വിളിക്കുന്ന തൃശ്ശൂര് ആസ്ഥാനമാക്കിയുള്ള സഭ. കഴിഞ്ഞ നാളുകൾ വരെയും ഡോക്ടർ മാർ അബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു അതിൻ്റെ പരമാധ്യക്ഷനായിട്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള തർക്കവിതർക്കങ്ങൾ ഒക്കെ നടക്കുമ്പോൾ നാം സത്യം തിരിച്ചറിയണം. അദ്ദേഹം പറഞ്ഞു ശരിയായിരുന്നു, അതോ അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു? എന്താണ് ഇങ്ങനെ ഈ ദൈവമാതാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുവാനുണ്ടായ കാരണം എന്ന് നാം തിരിച്ചറിയണം. ഞാനതിൻ്റെ ഒരു പിന്നാമ്പുറ സംഭവങ്ങൾ പറഞ്ഞ് വന്ന് ഞാൻ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയാം. നാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നോഹയുടെ, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിൽ നോഹയെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. നോഹയുടെ മകൻ ഹാമിൻ്റെ പരമ്പരയിൽ ഉള്ള ഒരാളായിരുന്നു നിമ്രോദ് എന്ന് പറഞ്ഞയാൾ. അതായത് പുരാതന കാലത്തെ ആദ്യ വീരൻ എന്ന് പറഞ്ഞയാൾ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ആളാണ് സെമിറാമിസ്. അപ്പോൾ സെമിറാമിസ് എന്ന് പറയുന്ന ആളിനെ പിന്നീട് സെമിറാമിസ് രാജ്ഞി എന്നൊക്കെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടാർ എന്നും ഒക്കെയുള്ള പല പേരിൽ, അസ്തരോത്ത്, അങ്ങനെ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് ഇതിന്റെ പിന്നിൽ നടന്ന സംഭവം. ഞാൻ എല്ലാ വിവരണങ്ങളും പറയുന്നില്ല. ബാബേൽ, അശൂര്, നിനവെ, കാലഹ് തുടങ്ങിയ പ്രധാന പുരാതന നഗരങ്ങൾ ആണ് നിമ്രോദ് പണിതത്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം
10-ാമത്തെ അധ്യായം അതിൻ്റെ 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ആ 4 നഗരങ്ങൾ എന്ന് പറയുന്നത് ദുഷ്ടതയ്ക്കും അതുപോലെ സങ്കല്പാതീതമായ വിജാതീയ ആരാധനാ സമ്പ്രദായങ്ങൾക്കും ലൈംഗിക വൈകൃതങ്ങൾക്ക് പേര് കേട്ടതായിരുന്നു. നിങ്ങൾ ചരിത്രം കൂടെ കൂട്ടി ഈ കാര്യങ്ങൾ പഠിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാകും. നിമ്രോദിന്റെ മരണശേഷം സെമിറാമീസ് രാജ്ഞി നിമ്രോദിനെ സൂര്യദേവനായിട്ട് പ്രതിഷ്ഠിച്ചു. അപ്പോൾ ആ സ്ത്രീയാണ് തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം. കാര്യം ഭർത്താവ് മരിച്ചു പോയപ്പോൾ അവർ പലപലയായി. അങ്ങനെ വന്നപ്പോൾ മരിച്ചുപോയ നിമ്രോദിനെ അത് സൂര്യദേവനായിട്ട് ഈ പറയുന്ന സെമിറാമീസ് പ്രതിഷ്ഠിച്ചു. പിന്നീട് അല്ലെങ്കിൽ നിമ്രോദിന്റെ മരണശേഷം അഹ്വിത ബന്ധത്തിൽ തമ്മൂസ് എന്ന ഒരു ആൺകുട്ടി അവൾ പ്രസവിച്ചു. അപ്പൊ ആ കുട്ടി ഈ പ്രകൃത്യാതീതമായിട്ട് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടാണ് അവൾ ഗർഭം ധരിച്ചത് എന്ന് പറഞ്ഞ ഒരു സ്വാഭാവിക ഗർഭധാരണമായിരുന്നില്ല. ദിവ്യഗർഭം എന്ന് പറഞ്ഞ രീതിയിൽ ഉള്ള ഒരു ഗർഭധാരണമാണ് അവൾ നടത്തിയത് എന്നാണ് പറഞ്ഞു പിടിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ആ കുട്ടി പിറന്നപ്പോൾ വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ 15-ാമത്തെ വാക്യത്തിൽ ദൈവം വാഗ്ദത്തം പറഞ്ഞിരുന്ന സ്ത്രീയുടെ സന്തതിയാണ് ഈ കുട്ടി എന്ന് അവൾ പറഞ്ഞ ജനങ്ങളെ വിശ്വസിപ്പിച്ചു. അപ്പോൾ ജനങ്ങൾ ഒരു മനസ്സുകൊണ്ട് അടിമത്തം കൽപ്പിച്ചാൽ പറയുന്നതൊന്നും തെറ്റോ ശരിയോ എന്ന് ആലോചിക്കുവാനുള്ള ഒരു ചിന്തയിലേക്ക് അവരെത്തുന്നില്ല. പറയുന്നതെല്ലാം വിശ്വസിക്കുകയാണ്. അതിക്കാലത്തും അങ്ങനെയൊക്കെയാണ് പലതും നടക്കുന്നത്. അങ്ങനെയാണ് പലരും പല കാര്യങ്ങളും ജനങ്ങളെ വിശ്വസിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ മണ്ണുവാരിയിട്ട് അവർ വലിയ വിഭാഗമായിട്ട് മാറുന്നു. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ത്രീയുടെ സന്തതിയാണെന്നൊക്കെ പറഞ്ഞ് അവൾ ജനങ്ങളെ വിശ്വസിപ്പിച്ചു. ജനങ്ങൾ തമ്മൂസിനെ നിമ്രോദിന്റെ പുനരാവതാനം അല്ലെങ്കിൽ റീഇൻകാർണേഷൻ ആണെന്നൊക്കെ കരുതി ആരാധിച്ചു. നിങ്ങൾ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ ദൈവത്തെ ആരാധിക്കേണ്ട ആരാധന മന്ദിരത്തിലിരുന്ന് അവർ തമ്മൂസിനെ ഓർത്ത് സ്ത്രീകൾ കരഞ്ഞു എന്നൊക്കെയുള്ള ഭാഗം നിങ്ങൾക്കിവിടെ വായിക്കാം. അപ്പോൾ ആരാധനാ മണ്ഡലത്തിൽ വരെ അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കുന്ന യെരൂശലേം ദേവാലയത്തിന്റെ ആ ആരാധനാ സ്ഥലത്തു വരെ ഈ ഒരു വിജാതീയ ദേവന്റെ ആരാധന അല്ലെങ്കിൽ വിജാതീയ പ്രതിഷ്ഠയുടെ ഒരു ആരാധന ഒക്കെ അവിടെ സംഭവിക്കത്തക്കവണ്ണം ജനങ്ങളുടെ മനസ്സ് തിക്തതയിലേക്ക് മാറി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയും സെമിറാമീസ് എന്ന് പറയുന്ന ഈ രാജ്ഞിയെ മാതൃദേവതയായിട്ട് അല്ലെങ്കിൽ മദർ ഗോഡസ് ആയിട്ട് ആരാധിച്ചു. നിങ്ങൾക്കറിയാമായിരിക്കാം ഈ മദർ ഗോഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഗോഡസ് എന്ന് പറയുന്ന ഒരു ചിന്ത മിത്രായുസത്തിലും ഒക്കെ നന്നായിട്ട് നിലനിന്നാണ്. അപ്പോൾ ദേവീ സങ്കല്പം, മാതൃദേവതാ സങ്കല്പം എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിൽ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സംസ്കാരങ്ങളിലും മാതൃദേവതാ സങ്കല്പം നിലനിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇവൾ മാതൃദേവതയാണ്, മദർ ഗോഡസ് ആണ് എന്നുള്ള രീതിയിലുള്ള ആരാധനയും സംവിധാനവും വന്നു. ഇനിയും ശ്രദ്ധിക്കേണ്ടത്, ബാബേൽ ഗോപുരത്തിന് സമയം വരെ ഭീകരമായ നരബലി, വിഗ്രഹാരാധന, ജ്യോതിഷം, അതുപോലെ സാത്താന്യ ആരാധന എന്നിവ ഈ വ്യാജമതത്തിൽ നിലനിൽക്കുകയും നിമ്രോദ് സൂര്യദേവനും അതുപോലെ ഇഷ്ടാർ അല്ലെങ്കിൽ സെമിറാമീസ് ചന്ദ്രദേവതയുമാണെന്ന് കരുതുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ഇവിടെ ജനിച്ചു വളർന്ന ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ വീരൻ എന്നൊക്കെ പറയുന്ന ആ മനുഷ്യൻ ഒടുവിൽ പുള്ളി സൂര്യദേവനായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന സെമിറാമീസ് അല്ലെങ്കിൽ ഇഷ്ടാർ എന്ന മറ്റൊരു പേരുള്ള അവൾ ചന്ദ്രദേവതയാണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ പ്രതിഷ്ഠിച്ച് അവർക്ക് ആരാധനയും അർപ്പണങ്ങളും പൂജകളും ഒക്കെ കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ ആധുനിക സമൂഹത്തിലും ഇത് നമ്മൾക്ക് കാണാം. അപ്പോൾ മനുഷ്യനെ ആരാധിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു പലതിനെയും ദൈവമായിട്ടും അല്ലെങ്കിൽ ദേവനായിട്ടും ദേവിയായിട്ടും ഒരുമിച്ച് പറഞ്ഞാൽ ദേവതാ സങ്കല്പം ഉണ്ടാക്കി ആരാധിക്കുന്ന രീതികളൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിലും കുറവല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ പറയുന്ന ജനങ്ങൾ ബാബേൽ ഗോപുരത്തിന്റെ നാശത്തിന് ശേഷം പുതിയ സ്ഥലങ്ങളിലേക്ക് അവർ വാസമുറപ്പിച്ചപ്പോൾ അവർ അനുവദിച്ചു വന്നിരുന്ന വിജാതീയ ആരാധനയും മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും അവിടെ കൊണ്ടുപോയി അവിടെയും അതിൻ്റെ തുടർമാനമായ ആരാധനകൾ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സെമിറാമീസിന് വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അതായത് ദിവസത്തിൻ്റെയും അതുപോലെ വസന്തകാലത്തിൻ്റെയും പുനർപ്രതിഷ്ഠമായ
അല്ലെങ്കിൽ പ്രതീകമായ ആംഗ്ലോ സാക്സൺ ദേവിയായ ഒസ്താർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ OSTERA, ഒസ്റ്റേര എന്ന് പറയുന്ന ആ പേരിൽ അവൾ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഫൊയ്നീക്കൻ ദേവിയായിട്ട് അവൾ അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അസ്താരത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം. അസ്തരോത്തിനെ മിസ്ട്രസ് ഓഫ് ഹെവൻ എന്ന് വിളിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ അല്ലെങ്കിൽ ആകാശത്തിന്റെ നായിക, അല്ലെങ്കിൽ ആകാശത്തിന്റെ യജമാനത്തി, അല്ലെങ്കിൽ ആകാശത്തിന്റെയും സ്വർഗത്തിന്റെയും ഒക്കെ സ്വാമിനി എന്നൊക്കെ ആണ് സാധാരണയായിട്ട് പലയിടത്തും പരാമർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള അസ്തരോത്തിന്റെ ആരാധനാ സംവിധാനം, ഞാൻ അതിന്റെ എല്ലാ സംവിധാനവും പറയുന്നതിൽ ഞാൻ എടുത്ത ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ ഞാൻ വീണ്ടും പറയാം. അപ്പോൾ ഇഷ്ടാർ എന്ന് പറയുന്നത് അവളുടെ മറ്റൊരു പേരാണ്. പുരാതന മെസ്സൊപ്പൊത്തോമിയരുടെ വിശ്വദേവത ഗണത്തിൽ അല്ലെങ്കിൽ പാന്തിയോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ആരാധനാമൂർത്തിയായിരുന്നത്. അപ്പൊ ക്യൂൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആകാശരാജ്ഞി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് ആണ് ഇവൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള സ്ത്രീദേവതാ സങ്കല്പങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിലനിന്നിരുന്നു. എന്റെ കേൾവിക്കാർ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറിയ എന്ന് പറയുന്ന യേശുവിന്റെ അമ്മയെയാണോ ആരാധിക്കുന്നത്? അപ്പോൾ എന്താണ് ഇവിടെ നടപടി ഉണ്ടായത്? ഞാൻ ഇത്രയുമൊക്കെ എന്തിനാണ് ഈ മറിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ അസ്തരോത്തിന്റെയും അതുപോലെ സെമിറാമീസിന്റെയും അല്ലെങ്കിൽ ഒസ്റ്റേറായുടെയും ഒക്കെ കാര്യം എന്തിനാണ് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. AD 312 റോമൻ ചക്രവർത്തിയായിരുന്ന കുസ്തന്തീനോസ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ഫസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന, ഫ്ലേവിയസ് കോൺസ്റ്റന്റൈൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ, അദ്ദേഹം മനസ്സുമാറാതെ, യേശുവിനെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ, ക്രിസ്ത്യാനിത്വം മനസ്സിലാക്കാതെ അദ്ദേഹം ക്രിസ്ത്യാനിയായി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവൃത്തി കൊണ്ട് പലതും കാണിച്ചുവെങ്കിലും അദ്ദേഹം ക്രിസ്ത്യാനിയായെന്നുള്ളത് മനസ്സുകൊണ്ടല്ല, മതം മാറ്റം മാത്രം നടത്തി. അദ്ദേഹത്തിന് ക്രിസ്തുവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. നിങ്ങൾ ഈ കുസ്തന്തീനോസിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അടുത്ത സമയം വരെയും അദ്ദേഹം സ്നാനമേറ്റിരുന്നുള്ളതോ ഇല്ലെന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനിയായപ്പോൾ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് റോമിന്റെ ആരാധനാമൂർത്തികൾ, ദേവീദേവന്മാർ, അതുപോലെ ഗ്രീക്ക് ദേവീദേവന്മാർ, അങ്ങനെയുള്ള ആയിരക്കണക്കിന് ദേവീദേവന്മാരെ വിട്ടിട്ടാണ് അദ്ദേഹം വന്നത്. ഇവിടെ വന്നപ്പോൾ യേശുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ക്രിസ്ത്യാനിത്വം പറയുന്നത്. അദ്ദേഹത്തിന് അതൊരു രസം തോന്നിയില്ല. അങ്ങനെ അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന വിജാതീയ ആരാധനാമൂർത്തികളെ ദേവിമാരായിട്ടും ദേവന്മാരായിട്ടും ആരാധിച്ചിരുന്നതിനെ ഇവിടെ പുണ്യവാളന്മാരായിട്ടും പുണ്യവതികളുമായിട്ടും ഒക്കെയാക്കി. നിങ്ങൾ ചരിത്രം നന്നായിട്ട് വിശദമായിട്ട് പഠിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് സെമിറാമീസിനെയും അവളുടെ മകനായ തമ്മൂസിനെയും ഇവിടെ മറിയയും യേശുവുമായിട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സംശയമുണ്ടെങ്കിൽ, മറിയെന്നും യേശുവെന്നും പറയുന്ന, അല്ലെങ്കിൽ മറിയയും യേശുവെന്നും പറയുന്ന, അല്ലെങ്കിൽ യേശുവിനെ എടുത്തുകൊണ്ട് മറിയ നിൽക്കുന്നു എന്ന് പറയുന്ന ആ ബിംബത്തിനോ അല്ലെങ്കിൽ ആ പോർട്രേറ്റിനോ വിളിക്കുന്ന പേരെന്താ നിങ്ങൾക്ക് അറിയാമല്ലോ? മഡോണ ആൻഡ് ദ ചൈൽഡ് എന്നാണ്. സെമിറാമീസിന്റെ മറ്റൊരു പേരാണ് മഡോണ. മഡോണ എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ആരാധനാമൂർത്തിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ മറിയാണോ ഇത്? മഡോണ ആൻഡ് ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും മറിയല്ല. അപ്പോൾ വിജാതീയ സംവിധാനത്തിൽ നിന്ന് വന്ന ആ പറയുന്ന സെമിറാമീസിനെയും അവിടെ തമ്മൂസിനെയും പേര് മാറ്റിക്കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് ഈ പറയുന്ന വിജാതീയ ആരാധനാമൂർത്തി ക്രിസ്തീയ ആരാധനാമൂർത്തി എന്ന പേരിൽ വരുന്നത്. അപ്പോൾ അത് ദൈവമാതാവാണെന്നും അതുപോലെ ഇത് യേശുവാണെന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് നൂറ്റാണ്ടുകൾ ഇങ്ങനെ മുൻപോട്ട് പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന ഈ ആരാധനാമൂർത്തികളെയും സംവിധാനങ്ങളെയും എങ്ങനെയാണ് ജനങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിരപ്രശ്നമായിട്ട് കഴിഞ്ഞത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അതായത് നിങ്ങൾക്കറിയാമായിരിക്കാം, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഏതാണ്ട് AD 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗം വരെയും അത് നിരോധിത മതമായിരുന്നു. ആദ്യം യഹൂദരാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിത്വത്തെ എതിർത്തുകൊണ്ടിരുന്നത്. അതിന്റെ ഒന്നും ചരിത്രം പറയുവാൻ നമുക്ക് ഈ ചെറിയ ഒരു എപ്പിസോഡിൽ കഴിയുകയില്ല. പിന്നീടാണ് റോമാക്കാർ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ തുടങ്ങിയത്. അങ്ങനെ നിരോധിത മതമായിരുന്ന
ആ മതത്തിലേക്ക് അവിടുത്തെ റോമിന്റെ ചക്രവർത്തി വന്ന് എത്തുമ്പോൾ അത് രാജമതമായി മാറി. അപ്പോൾ അടിയും ഇടിയും ഉപദ്രവങ്ങളും പീഡകളും ജയിൽവാസവും അതുപോലെ മൃഗീയമായ മരണവും ഒക്കെ ഒഴിവാക്കുവാൻ ഈ രാജാവ് ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചെന്ന ഒരു പൊളിവാക്ക് പറഞ്ഞത്. അങ്ങനെ അവരും ഇതിന്റെ പിന്നാലെ കൂടി. അപ്പോൾ അങ്ങനെ ക്രൈസ്തവ സഭയിൽ ദുരാചാരങ്ങളും അനാവശ്യമായിട്ടുള്ള ആരാധനാ മൂർത്തികളുടെ എഴുന്നള്ളിപ്പും അതുപോലെ വിജാതീയ ആരാധനയുടെ പുനർവൽക്കരണങ്ങളും ഉത്സവങ്ങളും അതുപോലെ പ്രതിഷ്ഠാ സംവിധാനങ്ങളും വിഗ്രഹ സേവയും അങ്ങനെയുള്ള ഒത്തിരി വിജാതീയ സംവിധാനങ്ങൾ പേര് മാറ്റി കൊണ്ടുവന്ന് അതുപോലെ നാമങ്ങൾക്ക് വ്യതിയാനം നടത്തി അവിടെയുള്ള ഉത്സവങ്ങളുടെ പേര് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. അവിടെയുള്ള വിജാതീയ ദേവന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പുണ്യവാളന്മാരായിട്ടും വിശുദ്ധന്മാരായിട്ടും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ദേവിമാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് പുണ്യവതികളായിട്ടും അതുപോലെ വിശുദ്ധകളായിട്ടും പ്രഖ്യാപിച്ചു കൊണ്ടുവന്നു. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ചരിത്രങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കളവല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ചരിത്ര കുതികൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ആരുടെയെങ്കിലും മനസ്സിനെ വല്ലാതാക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതോ വിവരമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുകയല്ല. ചരിത്രം നിങ്ങൾ അന്വേഷിച്ചാൽ വിശദമായിട്ട് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും. അപ്പോൾ നാം അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന് അമ്മയുണ്ടോ? തിയോറ്റോക്കോസ് എന്ന് പറയുന്ന ആ സംവിധാനം അല്ലെങ്കിൽ ദൈവമാതാവ്, ദൈവത്തിന് അമ്മയുണ്ടോ? അപ്പോൾ ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ ആ ദൈവമല്ലേ വലിയ ദൈവം? അപ്പോൾ അമ്മ ദൈവത്തിനെക്കാട്ടും കുറഞ്ഞതാണല്ലോ ഈ പറയുന്ന മകൻ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ പിന്നെ യേശു എങ്ങനെയാണ് വലിയ ദൈവമാകുന്നത്? അപ്പോൾ യേശുവിന് എന്തോ ചെറിയ ഒരു സംവിധാനമല്ലേ ഉള്ളൂ, കുട്ടി ദൈവമല്ലേ, അല്ലെങ്കിൽ ഒരു ലെസർ ഡീറ്റി അല്ലേ? തരം താഴ്ന്ന രീതിയിലുള്ള ഒരു ആരാധനാ വിഭാഗത്തിലെ അല്ലെങ്കിൽ ആരാധനാ മൂർത്തിയായിട്ട് മാത്രമല്ലേ യേശു മാറുന്നത്? അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവത്തിന് മാതാവുണ്ടെങ്കിൽ നാം തിരിച്ചറിയേണ്ട കാര്യം ആ മാതാവായിരിക്കും ഒറിജിനൽ ദൈവം അല്ലെങ്കിൽ വലിയ ദൈവം. അപ്പോൾ മറിയ ദൈവമാതാവാണെങ്കിൽ ആരാധനാപാത്രം അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഇപ്പോഴുള്ള ഒരു ചെറിയ തർക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ലിയോ മാർപ്പാപ്പയുടെ അല്ലെങ്കിൽ 14-ാമൻ മാർപ്പാപ്പയുടെ ആ ഒരു ഡിക്രി വെളിയിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഡിക്കാസ്ട്രി ഫോർ ദി ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ കത്തോലിക്കന്റെ ഭാഷയിൽ തിരുസംഘം എന്ന് വിളിക്കുന്ന അതിന്റെ ഒരു പ്രഖ്യാപനം വെളിയിൽ വന്നപ്പോൾ ഇവിടെ മാതാവിനെ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറിയയെ ആരാധിക്കുന്നില്ല, വെറും വണക്കം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഡൂലിയ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ ചർച്ചകളും വാദങ്ങളും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഡൂലിയ അല്ലെങ്കിൽ ഹൈപ്പർ ഡൂലിയ അല്ലെങ്കിൽ പ്രോട്ടോ ഡൂലിയ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒക്കെ വിവരിച്ചിട്ട് ഇപ്പോൾ മറിയാരാധനയെ അത് ഒരു പാസീവാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തെളിയിക്കുവാനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെറും ഡൂലിയാൽ മാത്രമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറിയയ്ക്ക് ഞങ്ങൾ ഹൈപ്പർ ഡൂലിയ മാത്രമാണ് കൊടുക്കുന്നത്, അതിവണക്കം മാത്രമാണ് കൊടുക്കുന്നത്, ആരാധനയല്ല എന്നൊക്കെ, നമസ്കാരം മാത്രമാണ് എന്നൊക്കെ നാം വാദിക്കുമ്പോൾ മനസാക്ഷിയോട് ചോദിച്ചിട്ടൊരു ചോദ്യം ചോദിക്കുക, സത്യത്തിൽ അത് തന്നെയാണോ? യാഥാർത്ഥ്യം അത് തന്നെയാണോ? ഇനിയും മറിയോടുള്ള പ്രാർത്ഥന അറിയാമല്ലോ, ഓർത്തഡോക്സ് വിഭാഗങ്ങളും പാത്രിക്കസ് വിഭാഗങ്ങളും അതുപോലെ കാത്തലിക്കിന്റെ എല്ലാ വിഭാഗങ്ങളും മറിയോടുള്ള പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കറിയാമായിരിക്കാം. കത്തോലിക്കർ ഉപയോഗിക്കുന്ന ആ കുറെ വാക്കുകൾ അടങ്ങിയ പ്രാർത്ഥന ഞാൻ പറയാം. നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ, നന്മ നിറഞ്ഞ മറിയമേ, തമ്പുരാന്റെ അമ്മേ, നിനക്ക് സ്വസ്തി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ഈ സ്വസ്തി എന്ന് പറയുന്നത്? സ്വസ്തി എന്ന് പറയുന്ന ആ വാക്ക് ഇതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞ അഡിയു എന്നാണ്, അല്ലെങ്കിൽ ADIEU. അഡിയു എന്ന വാക്കിന് ഉള്ള അർത്ഥം എന്ന് പറയുന്നത് ചുമ്മാതെ നമ്മൾ സ്തുതി കൊടുക്കുക എന്നല്ല, നമസ്കാരം എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിളിൽ നമസ്കരിച്ചു എന്ന് പറയുന്ന ആ പദങ്ങൾ കൊടുത്തിട്ടുള്ള, ഞാനത് പറഞ്ഞു വരാം. അവിടേക്ക് എത്തുമ്പോൾ വർഷിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആരാധന കൊടുക്കുക എന്ന് പറഞ്ഞ ഭാഗമാണ്. അല്ലാതെ ചുമ്മാതെ ഒന്ന് കൈകൂപ്പി കാണിച്ചെന്ന് പറയുന്ന അതല്ല. സ്വസ്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ വാഴ്വെന്ന് പറയുന്ന ആ ഒരു വാക്ക്, അഡിയു എന്ന് പറയുന്ന ആ വാക്കാണ്. അതിന്
വർഷിപ്പ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഓൾ ഹെയിൽ എന്നാണ്. ഓൾ ഹെയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സ്തുതിയും. അപ്പോൾ എല്ലാ സ്തുതിയും മറിയയ്ക്കാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ഹെയിൽ മേരി അറിയാമല്ലോ, ദൈവമാതാവായിട്ട് കണക്കാക്കപ്പെടുന്ന മറിയയെ സ്തുതിച്ചും യാചിച്ചും കൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഹെയിൽ മേരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെയിൽ മേരി കൊടുക്കുകയും ഓൾ ഹെയിൽ കൊടുക്കുകയും എല്ലാ സ്തുതിയും മറിയയ്ക്ക് കൊടുത്താൽ പിന്നെ ദൈവത്തിന് ബാക്കി എന്നാ ഉണ്ട്? ഞാൻ പറഞ്ഞ എന്റെ കേൾവിക്കാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ സ്തുതിയും മറിയയ്ക്കാണെങ്കിൽ പിന്നെ ദൈവിക തൃത്വത്തിലുള്ള ഈ ആരാധന ഇവിടെ പോയി പിന്നെ എക്സ്ട്രാ ഉണ്ടാക്കുമോ? അപ്പോൾ മറിയ ദൈവമായിട്ട് കണക്കാക്കുന്നില്ലെന്നും അതുപോലെ മറിയയോട് പ്രാർത്ഥിക്കുന്നില്ലെന്നും മറിയയ്ക്ക് വർഷിപ്പ് കൊടുക്കുന്നില്ലെന്നും ഒക്കെ ഇതാ കാര്യങ്ങൾ അവതരിപ്പിച്ച് വീണ്ടും മറിയാരാധന തുടരുവാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുവാൻ രംഗത്തെത്തിയിട്ടുള്ളവർ കാണിക്കുന്ന കുടില തന്ത്രം എന്താണെന്ന് എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ കുറെ ചർച്ചകൾ നടന്നാൽ ആ ഒരു സംവിധാനം മാറുമോ? സംവിധാനം തുടരുകയും ചർച്ചകൾ നടത്തുകയും ചെയ്താൽ എങ്ങനെയാണ് സത്യമാകുന്നത്? അപ്പോൾ ഒരു പുതിയ വീക്ഷണത്തിലേക്ക്, പുതിയ ഒരു ഇന്റർപ്രിട്ടേഷൻ, പുതിയൊരു വ്യാഖ്യാനം കൊടുത്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റാത്തിടത്തോളം കാലം ഈ വ്യാഖ്യാനിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ മറിയയ്ക്ക് കൂടെയുള്ള പ്രാർത്ഥനയിൽ അവിടെ പറയുന്നത് നന്മ നിറഞ്ഞ മറിയ, അതിനെക്കുറിച്ച് വിശദാംശമൊക്കെ പറയാം. നന്മ നിറഞ്ഞ മറിയമേ, തമ്പുരാന്റെ അമ്മേ, നിനക്ക് സ്വസ്തി. അപ്പോൾ ഇവിടെയും തമ്പുരാന്റെ അമ്മ, ദൈവത്തിന്റെ അമ്മ, ദൈവമാതാവ്. അപ്പോൾ ദൈവമാതാവ് അല്ല എന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ ഈ പ്രാർത്ഥന തിരുത്തുമോ എന്നാണ് എന്റെ ചോദ്യം. ഈ പറഞ്ഞ ഡൂലിയ മാത്രമാണ് അല്ലെങ്കിൽ ഹൈപ്പർ ഡൂലിയ മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ ദൈവമാതാവെന്നുള്ള അല്ലെങ്കിൽ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥന, ഈ പ്രാർത്ഥന തിരുത്തുമോ എന്നാണ് എന്റെ ചോദ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട കാര്യം, കുറെ ചർച്ചകൾ നടത്തിയത് കൊണ്ട് ഇതിന് രീതികൾക്ക് വ്യതിയാനം വരുന്നില്ല. ചർച്ചകൾ നടത്തി അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ട് വീണ്ടും പഴയ അതേ സംവിധാനം തുടരുവാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയല്ലേ സംഭവം. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഓൾ ഹെയിൽ അല്ലെങ്കിൽ എല്ലാ സ്തുതിയും മറിയയ്ക്ക് പോയാൽ പിന്നെ ദൈവത്തിന് മിച്ചം വല്ലോ സ്തുതി വല്ലോ ഉണ്ടോ? അപ്പോൾ ഹെയിൽ മേരി നടത്തുമ്പോഴും അതാണ്, ദൈവമാതാവായിട്ട് കണക്കാക്കപ്പെടുന്ന മറിയെ സ്തുതിച്ചും യാചിച്ചും കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പിന്നെ മറിയയോട് പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ മറിയ ആരാധനാപാത്രമല്ല എന്ന് വ്യാഖ്യാനിച്ചാൽ പിന്നെ ഹെയിൽ മേരി നിർത്തുമോ? നന്മ നിറഞ്ഞ മറിയമേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന വെട്ടിക്കളയുമോ? ഇതൊക്കെയാണ് എന്റെ ചോദ്യം. ഇനി വിശുദ്ധ ബൈബിളിൽ ഒരു സ്ഥലത്തും മറിയയോട് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളിലേക്കാണ് വരേണ്ടത്, അല്ലാതെ പാരമ്പര്യങ്ങളിലേക്കല്ല വരേണ്ടത്. അപ്പോൾ പല പാരമ്പര്യങ്ങളും എടുത്തിട്ട് ബൈബിളിനെക്കാട്ടും മുകളിൽ കൊണ്ടുവന്ന് നാം ഇത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് ഞാൻ എഴുതിയ പുസ്തകമോ മറ്റൊരാൾ എഴുതിയ പുസ്തകമോ എവിടെയെങ്കിലും ഉണ്ടായ സഭാ പാരമ്പര്യങ്ങളോ അല്ല. അതിന് നേർരേഖയിലേക്ക് നയിക്കേണ്ടത് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ കൃത്യമായിട്ട് പറയാത്ത ഒരു ഉപദേശവും നമുക്ക് ഉപദേശമായിട്ട് സ്ഥാപിക്കുവാൻ ക്രിസ്ത്യാനിക്ക് അവകാശമില്ല. അപ്പോൾ പിന്നെ മറിയോട് പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ബൈബിൾ ഒരു സ്ഥലത്ത് പോലും പറയാതിരിക്കെ പിന്നെ എങ്ങനെയാണ് മറിയോടുള്ള പ്രാർത്ഥന തുടരുന്നത് എന്നാണ് എന്റെ ചോദ്യം. രണ്ട്, മറിയെ നമസ്കരിക്കുവാൻ അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യുവാൻ അവിടെ ബൈബിളിൽ യാതൊരു തെളിവും പറയുന്നില്ല. അപ്പോൾ പിന്നെ മറിയെ വർഷിപ്പ് ചെയ്യുന്നില്ല എന്ന് പറയുകയും സ്വസ്തി എന്ന് പറയുകയും തീർന്നില്ല ഓൾ ഹെയിൽ കൊടുക്കുകയും ഹെയിൽ മേരി പറയുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിന്നെ അവിടെ ആരാധന കൊടുക്കുകയല്ലേ. നിങ്ങൾ വിശുദ്ധ ബൈബിളിലേക്ക് ഒന്ന് കണ്ണോടിക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യമാണ്. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അല്ലെങ്കിൽ യേശുവിനെ അമ്മയായ മറിയോടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. വർഷിപ്പ് എന്ന് പറഞ്ഞ പദമാണ് നമസ്കരിച്ചു മലയാളം ട്രാൻസ്ലേഷനിൽ കൊടുത്തിരിക്കുന്നതാണ്. വർഷിപ്പ് ചെയ്തു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് യേശുവിന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ സംഭവം അറിയാമല്ലോ, മാഗീസ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ വൈസ്മൻ എന്ന് വിളിക്കുന്ന വിദ്വാൻമാരെന്ന് വിളിക്കുന്ന ആ അസ്ട്രോളജേഴ്സ് യേശുവിനെ കാണുവാൻ എത്തുമ്പോൾ യേശുവിന് അപ്രോക്സിമേറ്റ് 2 വയസ്സ് പ്രായമുണ്ട്. അത് നിങ്ങൾക്ക് 2-ാം അധ്യായം വിശദമായിട്ട് പഠിച്ചാൽ അറിയാം, മത്തായി സുവിശേഷം. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ മറിയ കൂടെ നിൽപ്പുണ്ട്. എന്റെ കേൾവിക്കാരിൽ പരവ്യ ഭാഷയിൽ മാതാവോട് നിൽപ്പുണ്ട്. ദൈവമാതാവ് നിങ്ങൾ വിളിക്കുന്ന ആളവിടെ ഇരിപ്പുണ്ട്. എന്നാൽ മറിയയ്ക്ക് ആരാധന കൊടുത്തു ഇല്ല. പ്രത്യേകം മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ദൈവമാതാവ് എന്ന് വിളിക്കുന്ന
ആ ആളിന് ആരാധന കൊടുത്തില്ലെന്ന് തന്നെയാണ്. അവർ ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്നിട്ട് മറിയയ്ക്ക് കൊടുത്തില്ല. അപ്പോൾ ആരാധന കൊടുത്തതും അർപ്പണം കൊടുത്തതും മറിയയ്ക്ക് ഒരു ഭാഗം പോലും കിട്ടിയില്ല. മറിയയ്ക്ക് ആരാധനയോടൊരു കൊണിശവും കിട്ടിയില്ല, അർപ്പിച്ചതുമൊന്നും കിട്ടിയില്ല. അവർ യേശുവിനെ വർഷിപ്പ് ചെയ്തു, യേശുവിനാണ് അവർ അർപ്പിച്ചത്. അങ്ങനെയെങ്കിൽ നാം മനസ്സിലാക്കണം, യേശുവിനെ നമ്മൾ ആരാധിക്കണമെന്ന് പറയുകയും മറിയയ്ക്ക് ആരാധന പോകല്ലെന്ന് പറയുകയും പിന്നെ ആരാധന കൊടുക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഇത് ഇരട്ടത്താപ്പ് നയമല്ലേ? ഇനിയും മറിയയ്ക്ക് ആത്മീയമായിട്ട് എന്ത് പ്രാധാന്യമാണ് വിശുദ്ധ ബൈബിൾ കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നു. ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മയാർ എന്റെ സഹോദരന്മാരാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ യേശു ഒരു സ്ഥലത്ത് തന്റെ ശുശ്രൂഷകൾ തുടരുമ്പോൾ യേശുവിനെ കാണുവാൻ യേശുവിന്റെ അമ്മയും അല്ലെങ്കിൽ മറിയയും സഹോദരങ്ങളും അവിടെ എത്തി. അങ്ങനെ സഹോദരങ്ങളും എത്തിയപ്പോൾ യേശുവിനോട് ഒരുത്തൻ പറഞ്ഞപ്പോൾ യേശുവിന്റെ മറുപടി, എന്റെ അമ്മ ആരാണ്, എന്റെ സഹോദരന്മാരാരാണ്? അപ്പോൾ മറിയ എന്ന് പറയുന്നത് ഭൂമിയിൽ യേശുവിന്റെ അവതാര ജനനത്തിന് വേണ്ടി ഉപയോഗിച്ച ഒരു സ്ത്രീ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനതിന്റെയൊക്കെ ചർച്ചകൾ അടുത്ത ക്ലാസ്സുകൾ പറയാം. പക്ഷേ നിങ്ങളൊരു കാര്യം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. മറിയയ്ക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ആത്മീകമായ ഉന്നമനമോ അല്ലെങ്കിൽ യേശു മറിയയെ കണ്ടപ്പോൾ മറിയുടെ കാലേ വീഴുകയോ അമ്മ ദൈവമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുകയോ ഒന്നും ചെയ്തതായിട്ട് നമ്മളിവിടെ വായിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്റെ കേൾവിക്കാരൻ മനസ്സിലാക്കണം, യേശു അത് പറയുന്നില്ലെങ്കിൽ ആരാധനാ പാത്രമായ അല്ലെങ്കിൽ നമ്മുടെ രക്ഷകനായ ക്രിസ്തു അത് പറയുകയോ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു പറയുകയോ അത് ചെയ്യാതെ മറിയയ്ക്ക് ഒരു ബഹുമാനം കൊടുക്കണമെന്ന് യേശു പറയുന്നത് നമ്മൾ കേൾക്കാതെ പിന്നെ ആര് പറഞ്ഞത് കേട്ടിട്ടാണ് നമ്മൾ ഈ മറിയയ്ക്ക് പ്രോട്ടോ ഡൂലിയായോ അല്ലെങ്കിൽ ഡൂലിയായോ അല്ലെങ്കിൽ ഹൈപ്പർ ഡൂലിയായോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്? അപ്പോൾ അതിവണക്കം കൊടുക്കുവാൻ ബൈബിളിൽ എവിടെയാണ് ഈ പറയുന്നത്? ബൈബിൾ ഇതിന് യാതൊരു തെളിവുകളും പറയുന്നില്ല. അപ്പോൾ ഇത് നിർമ്മിത കഥകളാണ്, പാരമ്പര്യങ്ങളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജനത്തെ വശീകരിച്ച് കൊണ്ടുപോകുന്ന ഈ തെറ്റായ നയങ്ങൾ നാം ഉപേക്ഷിക്കേണ്ട കാലം കടന്നുപോയി എന്നുള്ളതാണ്. ഇനിയും അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ ചെല്ലണം. അതായത് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ മറിയയ്ക്ക് പ്രാധാന്യം എന്താണ് അപ്പോസ്തലന്മാർ കൊടുത്തിരുന്നത്? മറിയയെ അവിടുത്തെ സഭയുടെ ഹെഡാക്കി വെച്ചോ അല്ലെങ്കിൽ ദൈവമാതാവായിട്ട് പറഞ്ഞോ? നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുക. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന അല്ലെങ്കിൽ യേശു പറഞ്ഞ് എന്നോട് കേട്ടെന്റെ പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത് എന്ന് ലൂക്കോസ് വിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു കാണാം. അതുപോലെ അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിന്റെ ആരംഭ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയുമാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോൾ അത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ഈ പറയുന്ന ശിഷ്യന്മാരും അതുപോലെ യേശുവിന്റെ അമ്മയായ മറിയയും അതുപോലെ യേശുവിന്റെ സഹോദരങ്ങളും ഒരുമിച്ച് ഏതാണ്ട് 100 പേരുടെ സംഘം അവിടെ മർക്കോസ് എന്ന് മറുപേരുള്ള അല്ലെങ്കിൽ ജോൺ മാർക്കിന്റെ അമ്മയായ മറിയയുടെ അപ്പർ റൂമിൽ അവരതിനു വേണ്ടി സമ്മേളിക്കുകയാണ്. അപ്പോൾ
മറിയ എന്ന് പറയുന്നയാൾ ദൈവമാതാവാണെങ്കിൽ എന്റെ ചോദ്യം, എന്തിനാണ് ഈ പറയുന്ന പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടത്? എന്തെങ്കിലും പ്രത്യേകത അപ്പോസ്തലന്മാർ കൊടുത്തോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുകയില്ല. യേശു മറിയയ്ക്ക് വണക്കം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ കുറഞ്ഞപക്ഷം, ഓട്ടം തന്നെ ശുശ്രൂഷാകാലത്തൊന്നും പറഞ്ഞില്ലെങ്കിലും കുറഞ്ഞപക്ഷം ക്രൂശിന്റെ ചുവട്ടിൽ വെച്ച് അവിടെ അല്ലെങ്കിൽ കുരിശിൽ കിടക്കുമ്പോൾ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്ന തന്റെ ശിഷ്യനും തന്റെ ബന്ധുവുമായിരുന്ന യോഹന്നാനോട് അക്കാര്യം പറയുമായിരുന്നു. അത് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശുവിനത് താല്പര്യമുള്ള കാര്യമായിരുന്നുവെങ്കിൽ യേശു കുറഞ്ഞപക്ഷം അത് പ്രഖ്യാപിക്കുമായിരുന്നല്ലോ. അത് യേശുവിന് മണ്ടത്തരം പറ്റിയോ? യേശുവിന് ഓർമ്മപ്പശക് വല്ലതും ഉണ്ടായിരുന്നോ? ഡിമെൻഷ്യ ഉണ്ടായിരുന്നോ? യേശുവിന് എന്തെങ്കിലും മറവി രോഗം ഉണ്ടായിരുന്നോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശു പറയേണ്ട കാര്യങ്ങളും ഉപദേശത്തിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് യേശു ഈ ഭൂമിയിൽ നിന്ന് യാത്രയായത്. അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്യുന്നിടം വരെ നിങ്ങൾ പഠിച്ചാൽ ആ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ പുതിയ നിയമസഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ ഉപദേശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനങ്ങളിലോ വെളിപ്പാട് പുസ്തകത്തിലോ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ ആരംഭ ചരിത്രം പറയുന്ന അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലോ മറിയയെക്കുറിച്ച് യാതൊന്നും എഴുതിയിട്ടില്ലെന്നുള്ളതാണ്. മറിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ മറിയയെ ഒരു പ്രബലയാളായിട്ടോ ആരാധനാമൂർത്തിയായിട്ടോ ഗണിക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു കാര്യവും വിശുദ്ധ ബൈബിൾ പറയുന്നില്ല എന്നുള്ള സത്യം. അപ്പോ പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന മറിയാരാധന നമ്മുടെ ഒക്കെ ഇടയിൽ അല്ലെങ്കിൽ ക്രൈസ്തവം എന്ന് പറയുന്ന അതിൻ്റെ ഇടയിൽ എങ്ങനെ വന്നു? എങ്ങനെയാണ് പിന്നെ മറിയ വാഴ്ത്തപ്പെട്ടവളായത്? എങ്ങനെയാണ് പിന്നെ മറിയ വിശുദ്ധയായിട്ട് അല്ലെങ്കിൽ അതിവിശുദ്ധിയായിട്ട് ഒക്കെ അല്ലെങ്കിൽ അതിവണക്കം പ്രാപിക്കേണ്ടവളായിട്ട് മാറിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യമാണ്. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹപൃത്തിനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കണം, യോഹന്നാൻ എന്ന് പറയുന്ന വെളിപ്പാടുകാരനോട് ദൂതൻ പറയുകയാണ്. അബദ്ധത്തിൽ യോഹന്നാന് കാലിൽ വീഴുമ്പോൾ ആ ദൂതൻ പറഞ്ഞു, എന്നെ നമസ്കരിക്കരുത്, ഞാന് നിന്റെയും നിന്റെ സഹോദരന്മാരുടെയും സേവകാത്മാവാണ്, ദൈവത്തെ നമസ്കരിക്കണം, വർഷിപ്പ് എന്ന പദമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതൊക്കെ ഇത്രയും സുതാര്യമായിട്ട് ബൈബിൾ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് ഈ ഓൾഹയിലോ അല്ലെങ്കിൽ ദൂലിയായോ പ്രോട്ടോഡൂലിയായോ ഹൈപ്പർ ഡൂലിയായോ കൊടുക്കുന്ന നമ്മൾ എല്ലാ സ്തുതിയും ആ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ ദൈവത്തിന് പിന്നെ എന്താണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, AD 431 നടന്ന സുന്നഹദോസിൽ വെച്ച് ജോൺ നെസ്റ്റോറിയസ് സത്യമാണ് പറഞ്ഞത്. ആ സുന്നഹദോസിലല്ല അത് പറച്ചിൽ തുടങ്ങിയത്, അതിന് മുൻപാണ്. പക്ഷേ ആ സുന്നഹദോസിൽ വെച്ചാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ എന്ന് പറയുന്ന ആ ബിഷപ്പ് ഇദ്ദേഹത്തിന്റെ ഉപദേശം തെറ്റാണെന്ന് അവിടെ വലിയ വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ച് അതിന്റെ ചില കാര്യങ്ങൾ, വേറെ കുറെ കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തെ പാഷണ്ട് ഉപദേശകനായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷേ അങ്ങനെ പാഷണ്ട് ഉപദേശകനായിട്ട് പ്രഖ്യാപിച്ചിട്ട് തിയോറ്റോക്കോസ് എന്ന് വിളിക്കാം. അദ്ദേഹം പറഞ്ഞത്, ഈ ജോൺ നെസ്റ്റോറിയസ് പറഞ്ഞത് തിയോറ്റോക്കോസ് എന്ന് വിളിക്കരുത്, അല്ലെങ്കിൽ ദൈവമാതാവ് എന്ന് വിളിക്കരുത്. കാര്യം ദൈവത്തിന് അമ്മയില്ല. ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിന് ആരംഭമുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഇനിയും 2, ക്രിസ്തുമാതാവ് എന്ന് വിളിക്കാം. ഭൂമിയിൽ അവതാരജനം നടത്തി പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ട് ഭൂമിയിൽ സഞ്ചരിച്ച ആ അർത്ഥത്തിൽ അവതാര സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇൻകാർണേഷൻ സംവിധാനത്തിൽ അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇതാ ക്രിസ്തുവിന്റെ അമ്മയെന്ന് വിളിക്കാം, ക്രിസ്റ്റോറ്റോക്കോസ് എന്ന് വിളിക്കാം. അതല്ലേ സത്യം? അപ്പോൾ ദൈവമാതാവെന്ന് കുറച്ചു പേർ കൂടി സിനഡ് കൂടി പഠിപ്പിച്ചുവെന്നും അല്ലെങ്കിൽ വിശ്വസിച്ചെന്നും പറയുമ്പോൾ ഇത് വിശുദ്ധ ബൈബിളിന് അനുസാരമാകണ്ടേ? നമ്മൾക്ക് ഒരല്പം കൂടെ ഒന്ന് ചിന്തിച്ചാൽ ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ അതല്ലേ യഥാർത്ഥ ദൈവം? രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ ഈ യേശു എന്ന് പറയുന്നത് ആ ലെസർ ഡീറ്റി അല്ലേ? മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് അമ്മയുണ്ടെങ്കിൽ പിന്നെ ആ ദൈവം എന്ന് പറഞ്ഞ ആ പദവിക്ക് അദ്ദേഹം അർഹനാണോ? കാര്യം ആരംഭമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു അവതാരം ചെയ്തതാണ് ഇൻകാർണേഷനാണ്.
ഇൻകാർണേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ടായിരുന്നെന്ന് നമ്മുടെ കണ്ണിന് കാണത്തക്കൊണ്ട് വിഷയഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് യേശുവിന്റെ ആരം അവിടെയല്ല. അതുകൊണ്ടാണ് യേശു യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ യേശു പറഞ്ഞത്, യോഹന്നാൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു എന്ന് പറയുന്നത് ഒരു കുട്ടി ദൈവമല്ല, മറിയ ദൈവമാതാവുമല്ല. അത് നിങ്ങൾ നന്നായിട്ട് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റായ രീതിയിലുള്ള പ്രാർത്ഥനയോ തെറ്റായ സ്തുതികളോ തെറ്റായ നമസ്കാരമോ ആരാധനയോ ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ രക്ഷകനും നാഥനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവിക തൃത്വത്തിന് ആരാധന കൊടുക്കുവാനും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് ഇവിടെ വിരാമം കുത്തുന്നു. ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ചില എപ്പിസോഡുകൾ നിങ്ങളോട് പറയുന്നതാണ്. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിന് ഇവിടെ വിരാമം കുത്തുന്നു.